ഓണം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൻ്റെ പിന്നിലുള്ള ഐതിഹ്യമെന്ന് പറയുന്നതും മഹാബലി, വാമനൻ, ആ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുണ്ടായ സംഭവ വികാസങ്ങളെന്ന് പറയുന്നത് വെറുതെ ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ നടന്ന സംഭവമല്ല. അതിൻ്റെ പിന്നിൽ പറയാൻ ആഗ്രഹിച്ച ഒരു മർമ്മമുണ്ട്. ആ രാജാവിൻ്റെ പേരെന്താ? മഹാബലി. മഹാബലി ഒരു വലിയൊരു ബലി കഴിപ്പിക്കുന്ന, അല്ലെങ്കിൽ തന്നെ ബലിയായി നൽകുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായ ഒരു വ്യക്തിയുടെ മനസ്സിനെ, ഡെഡിക്കേഷനെ കാണിക്കുന്നതാണ് ആ കാര്യം. ഇതേ കാര്യം ജീസസ് ചെയ്തില്ലേ? ഇസ്രായേൽ എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ സ്ലേവറി മാറി, മതത്തിൻ്റെ അടിമത്വം മാറി ആത്മീയ സ്വാതന്ത്ര്യത്തിലേക്ക് ആ ജനങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടി അന്നത്തെ മതനേതാക്കന്മാരും മതപണ്ഡിതന്മാരും അവരെ അടിച്ചമർത്തി വെച്ചിരുന്ന ആ സ്ഥാനത്ത് നിന്ന് അവരെ റെസ്ക്യൂ ചെയ്ത ഒരു മഹാബലി ജീസസ് തൻ്റെ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചപ്പോൾ അവരെ ഒരു വലിയ റെസ്ക്യൂ പ്രോസസ്സിലേക്ക് നടത്താൻ പറ്റി. അതേ കാര്യത്തിൻ്റെ മറ്റൊരു റിലത്തെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ മഹാബലിയുടെയും വാമനൻ്റെയും കഥ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ ലൈഫിനെ ബലിയാക്കിക്കൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടപ്പോൾ അന്നത്തെ മതങ്ങൾ ഉണ്ടാക്കി വെച്ച ദൈവിക കൺസെപ്റ്റ് ഇദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാതെ ചവിട്ടി താഴ്ത്തുകയാണ്, പാതാളത്തിലേക്ക് ഇറക്കുകയാണ്. ഇനി പാതാളം എന്ന് പറയുമ്പോഴും പലർക്കും അത് നരകമാണ്, അത് ദുഷ്ടജനങ്ങൾ പോകേണ്ടുന്ന സ്ഥലമാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അല്ല, ബൈബിളിനകത്ത് യാക്കോബ് എന്ന് പറയുന്ന പഴയ നിയമത്തിലെ വ്യക്തി പറയുന്നതും എങ്ങനെയാണ്? എൻ്റെ ജരയെ, അല്ലെങ്കിൽ എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് ആ മകനെ കാണാതായ ദുഃഖത്തോടുകൂടെ ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങേണ്ടി വരും. അപ്പോൾ യാക്കോബ് എന്ന് പറയുന്നൊരു വിശുദ്ധനായ മനുഷ്യനാണ്, ദൈവത്തോടൊപ്പം ജീവിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹവും പോകാൻ ആഗ്രഹിച്ചതെന്ന സ്ഥലം പാതാളമാണ്. ഇനി ജീസസിൻ്റെ കാര്യം പറഞ്ഞേ, ജീസസ് മരിച്ച് എങ്ങോട്ട് പോയെന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്? ജീസസ് മരിച്ചവൻ പാതാളത്തിലേക്ക് ഇറങ്ങിയെന്ന. എന്തിനാ പാതാളത്തിലേക്ക് ഇറങ്ങിയേ? അവിടെയുള്ള വിശുദ്ധന്മാരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പാതാളം എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഓക്കെ, പാതാളം എന്ന് പറയുന്നതിനൊരു നെഗറ്റീവ് മീനിങ് അല്ല കൊടുക്കേണ്ടത്, അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അതും പോകട്ടെ, എന്തിനാണ് പാതാളത്തിൽ നിന്ന് തിരിച്ച് ദേഹത്തിന് വീണ്ടും ഒരു ദിവസം മാത്രം വെളിയിലേക്ക് വരാനായിട്ടുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നത്? മഹാബലി എന്ന് പറയുന്ന ആ ബലി ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ടുന്നതാണ്. എന്താ? ഈ മതം അടച്ചു വച്ചിരിക്കുന്ന ആ ഒരു സീലിനെ പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് ഒരു ദിവസമെങ്കിലും ആത്മസ്വാതന്ത്ര്യത്തോടുകൂടെ ആ സ്ലേവറിയിൽ നിന്ന് സന്തോഷമായി ജീവിക്കുന്ന ഒരനുഭൂതി ഉണ്ടാകണം. ഒരു ദിവസമെങ്കിലും എന്നുള്ള മീനിങ്ങിനകത്താണ് ഓണം എന്ന് പറയുന്നതിൻ്റെ ഐതിഹ്യം പോകുന്നത്. ഇപ്പോൾ ഞാനിത് പറയുമ്പോഴും ആൾക്കാർക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. കാരണം അവർ വിചാരിക്കുന്നത് മതത്തിനകത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിനകത്ത് ആണ് ജീവിക്കുന്നതെന്ന്. അല്ല, മതം എപ്പോഴും മനുഷ്യനെ അടിമത്തത്തിനകത്താണ്. അത് കുറച്ച് ആത്മീക ബോധമുള്ളവർക്ക് മാത്രമേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ബോധമില്ലാത്തവർക്കത് പറഞ്ഞാൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അംഗീകരിക്കുവാനും പറ്റത്തില്ല. ഐതിഹ്യങ്ങൾക്ക് പിന്നിൽ പറയാൻ ആഗ്രഹിക്കുന്ന വലിയ ആത്മീക മർമ്മങ്ങൾ, സത്യങ്ങളുണ്ട് എന്നുള്ളത് എപ്പോഴും മനസ്സിലാക്കുക. ഓണവും അത് തന്നെയാണ്, എല്ലാ പുരാണങ്ങൾ പറയുന്നതും അത് തന്നെയാണ്, ബൈബിൾ പറയുന്നതും അത് തന്നെയാണ്. എല്ലാ ആത്മീക ഗുരുക്കന്മാരും, സത്യസന്ധമായ ആത്മീയ ഗുരുക്കന്മാർ പറയുന്നതും ഈ ആത്മസ്വാതന്ത്ര്യത്തിൻ്റെ കഥയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ഞാൻ ചെയ്യുന്നത് പോലെ, ജീസസ് ചെയ്തതുപോലെ, മുഹമ്മദ് നബി ചെയ്തതുപോലെ, ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ശ്രീ നാരായണ ഗുരു ചെയ്തതുപോലെ അവരുടെ ജീവിതത്തെ മറ്റുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ബലിയാക്കി മറ്റുള്ള ജനങ്ങളെ ആത്മസ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാനായിട്ടുള്ള ഒരു ആത്മബോധം നിങ്ങൾക്കുണ്ടോ? അതോ എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടി, എൻ്റെ പള്ളി, എൻ്റെ കമ്മ്യൂണിറ്റി, എൻ്റെ നാട് എന്നുള്ള സങ്കുചിത മനോഭാവത്തിലൂടെ കാണുന്നതിനെല്ലാം വിമർശിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുന്ന ഒരു വാമനൻ്റെ ഗുണമാണോ നിങ്ങൾക്ക്? വാമനൻ എപ്പോഴും മാനുഷിക നിർമ്മിത മതത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്.